നമസ്കാരം. BBC-യുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് നേതാവും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും സംയുക്ത സമരസമിതി ജനറൽ കൺവീനറുമായ ജോണി നെല്ലൂരാണ്. ജോണി ചേട്ടന് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ആമുഖമായിട്ടൊന്ന് പറയാം. അതായത് ഈ ഭക്ഷ്യസുരക്ഷാ നിയമം 2018 കേരളത്തിൽ നടപ്പാക്കിയത്. 2013 ഈ നിയമം വന്നെങ്കിലും കേരളത്തിൽ പല പല കാരണങ്ങളാൽ 2018 ആരംഭിച്ചത്. 2018 ആരംഭിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കമ്മീഷൻ വ്യവസ്ഥയാണ്, റേഷൻ വ്യാപാരി കമ്മീഷൻ. അത് കാലാകാലങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്ത് വാങ്ങിയെടുത്തൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റം മാറി ഇപോസ് യന്ത്രത്തിലൂടെ കൈ അമർത്തിയല്ലാതെ ഒരു റേഷൻ സാധനവും വിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ കമ്മീഷൻ വ്യവസ്ഥ മാറ്റി വേതനം ആക്കി. അങ്ങനെ വേതന പാക്കേജ് 2018 ജൂലൈ മാസം 31 അംഗീകരിച്ച് ഒപ്പിട്ടു. ആ അംഗീകരിക്കുന്ന സമയത്ത് ഞങ്ങളതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടി പറഞ്ഞു. 45 കിൻഡൽ വിൽക്കുന്ന ഒരു റേഷൻ വ്യാപാരിക്ക് 18,000 രൂപ മിനിമം വേതനം. 45 കിൻഡൽ എന്ന വ്യവസ്ഥ ഞങ്ങൾ അംഗീകരിച്ചില്ല. 70% വിൽപ്പനയും വേണം, അതും ഞങ്ങൾ അംഗീകരിച്ചില്ല. അതുപോലെ 750 രൂപ പോലും ഒരു ദിവസം ഇല്ല. അപ്പം ഞാൻ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ബഹുമാന്യ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി തോമസ് ഐസക് തിലോത്തമൻ, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സാർ അങ്ങ് ഒരു തൊഴിലാളി ഗവൺമെൻറ്റിനെ നയിക്കുന്ന ആളാണ്, തൊഴിലാളി പ്രസ്ഥാനത്തിനോട് 750 രൂപ ദിവസവേതനക്കാരൻ്റെ കൂലി പോലും റേഷൻ വ്യാപാരിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കമ്മീഷൻ വ്യവസ്ഥയിൽ നിന്ന് പുതിയൊരു പദ്ധതിയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ന്യൂനതകൾ ഒത്തിരിയുണ്ട്, പോരായ്മകളുണ്ടാകും. നമുക്കൊരു ഏറിയാൽ 6 മാസം അതിനുള്ളിൽ നമുക്കിരുന്ന് ഇത് വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. സാബു 7 കൊല്ലമായി ഇതുവരെ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഉറപ്പ് പാലിച്ചാണ് ഇത് അംഗീകരിച്ചത്, വിയോജിപ്പോടെ അംഗീകരിച്ചത്. ഈ പാക്കേജ് അനുസരിച്ച് ഈ 45 കിൻഡൽ വിൽക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ പോർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സൂത്രം നിലനിൽക്കുമ്പോൾ ഏത് കടയിൽ പോയി വാങ്ങാം. അപ്പോൾ 500 കാർഡുള്ള ഒരു കടയിൽ 45 കിൻഡൽ, ഒരു പക്ഷേ പോളിസി അനുസരിച്ച് 45 കൂടുതൽ കാണും, വിൽപ്പന വരില്ല, പല കടയിൽ പോയി വാങ്ങും. അപ്പോൾ ആ കണ്ടീഷൻ എടുത്ത് കളഞ്ഞ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടു, ചെയ്യില്ല. ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 7 വർഷമായി നിരന്തരമായ സമരമാണ്, പല വിധത്തിലുള്ള പ്രതിഷേധമാണ്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ 2024 ആരംഭം മുതൽ ഒറ്റയ്ക്കും കൂട്ടായും പല പല സമരങ്ങൾ ചെയ്തു. അങ്ങനെ ഇത് ഒറ്റയ്ക്ക് സമരം ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ റേഷൻ സംഘടനകളെല്ലാം കൂടി ഒരുമിച്ച് ഒരു കോർഡിനേഷൻ രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാനായി CIT നേതാവ് കൂടിയായ അരുവിക്കര MLA ജി സ്റ്റീഫനാണ്. ജനറൽ കൺവീനറായി എന്നെയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ കൃഷ്ണപ്രസാദുണ്ട്, അടൂർ പ്രകാശുണ്ട്, ഇവരൊക്കെ ഇതിൻ്റെ ഭാരവാഹികളാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരുമിച്ചുള്ള നീക്കത്തിൻ്റെ ഭാഗമായി 2024 മാർച്ച് 7 സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് ഒരു പ്രതിഷേധ മാർച്ച് എല്ലാ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും നടത്തി. ഒരു മാറ്റവും ഉണ്ടായില്ല. ഇതിനിടയിൽ മന്ത്രി ഞങ്ങളെ പലപ്പോഴും വിളിക്കും, മന്ത്രി വിളിച്ച് ചുമ്മാ കുറേ വർത്താനമൊക്കെ പറഞ്ഞെങ്കിൽ പിരിയും. അത് കഴിഞ്ഞ് 2024 സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ 2 ദിവസം കടകൾ അടച്ചിട്ട് രാപ്പകൽ സമരം നടത്തി തിരുവനന്തപുരത്ത്. 2 ദിവസം 28 MLA-മാർ അവിടെ വന്നു, ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത ഇന്നത്തെ LDF കൺവീനർ TP രാമകൃഷ്ണൻ. അന്ന് കൺവീനറല്ല, പക്ഷേ അദ്ദേഹം CIT നേതാവാണ്. ആ ഉദ്ഘാടനം ചെയ്ത് പോയിട്ട് ഇന്ന് വരെ ഒരനക്കവും ഇല്ല. ഇങ്ങനെ ഞങ്ങൾ സഹികെട്ട് ഞങ്ങൾ പല നോട്ടീസ് കൊടുക്കും, മന്ത്രി വിളിക്കും, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഏറ്റവും വിചിത്രമായൊരു കാര്യം, ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ ഇതനുസരിച്ച് ഒരു കമ്മീഷൻ വെച്ചു, ഉദ്യോഗസ്ഥ മേധാവികൾ അടങ്ങിയ ഒരു 3-അംഗ കമ്മിറ്റി. ആ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിന് മുമ്പ് ഗവൺമെൻറ് സമർപ്പിച്ചു. ഇതുവരെ ആ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്, ആ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് ആ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ അംഗങ്ങളായിരുന്ന ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ പോയതെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാര്യമായ ഒരു വർധനവ് നിർദ്ദേശിച്ചുകൊണ്ടാണ് അവർ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത്. എത്ര ശതമാനം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ ചോദിച്ചു, ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഉദ്യോഗസ്ഥരാണ് പല വകുപ്പുകളിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരണകക്ഷി ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാകും. എങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ നിലപാടുകളാണ് സംസ്ഥാനത്തിന് പലപ്പോഴും ദോഷം ചെയ്തത്. ഇപ്പം വനം വകുപ്പിൻ്റെ ഉൾപ്പെടെ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തെറ്റായ വിവരങ്ങൾ കൊടുത്ത്
തെറ്റായ വിവരങ്ങൾ കൊടുത്ത് മന്ത്രിമാരെ വല്ലാതെ വെട്ടിൽ വീഴ്ത്തുന്ന ഉദ്യോഗസ്ഥ മേധാവികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതെല്ലാ വകുപ്പിലും ഉണ്ട്, പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിലും വനം വകുപ്പിലും അങ്ങനെ പല വകുപ്പുകളിലും അതുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നടത്തി ഇതൊക്കെ മന്ത്രിമാരെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് ഇപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റവും ഒടുവിൽ 3/9/2024 ഒരു യോഗം വിളിച്ചു. ഞങ്ങൾ നോട്ടീസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗത്തിൽ വെച്ച് മന്ത്രി പറഞ്ഞു, ഈ റിപ്പോർട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് ഓണം കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ വിളിച്ച് ഈ റിപ്പോർട്ട് വരെ ചർച്ച ചെയ്യും. ഓണം ഇതുവരെ കഴിഞ്ഞില്ലേ, ഇനി ഓണം ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട മന്ത്രിതലത്തിലൊരു ചർച്ച, ഓൺലൈൻ മീറ്റിംഗ്, എന്നിട്ട് ഞങ്ങൾ അന്ന് ഒരു ദിവസം ഒരു പ്രതിഷേധ സമരം നടത്തി. ഈ കടയടപ്പ് എന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആശ്രയിക്കുന്നത് 95 ലക്ഷം കാർഡുടമകളാണ്. ഏതാണ്ട് 3.5 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുന്ന ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കടയടച്ചിടാൻ മനസ്സില്ല. പക്ഷേ നീതിമാൻ എന്ത് ചെയ്യും? നിർവാഹകം അല്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ നോട്ടീസ് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ കഴിഞ്ഞ 20-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചു. അനിശ്ചിതകാല കടയടപ്പ് സമരം ഞങ്ങൾ 9/1/2025 നോട്ടീസ് കൊടുത്തതാണ്. ആവശ്യം പോലെ സമയം കൊടുത്തു ഗവൺമെൻറ്റിന്. ഈ 7 കൊല്ലത്തെ സമയമുണ്ട്. അതിന് പുറമെ ഞങ്ങൾ ഈ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ 20-ാം തീയതി ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബാക്കി നിങ്ങൾ പറഞ്ഞതൊക്കെ ചർച്ചയ്ക്ക് എടുക്കാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാലങ്ങൾ ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സാമ്പത്തിക ബാധ്യത വരുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. അതിപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല, ചർച്ചയ്ക്ക് പോലും എടുക്കാൻ തയ്യാറില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിർവാഹമില്ല, ഞങ്ങൾ സമരത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ സമരസമിതിയുടെ ചെയർമാൻ കൂടിയായ സ്റ്റീഫൻ MLA കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്നു. ആ സബ്മിഷൻ മറുപടി പറഞ്ഞ് നിങ്ങളൊക്കെ കേട്ട് കാണും. മന്ത്രി പറഞ്ഞു, ഇവരുടെ ആവശ്യം ന്യായമാണ്, ഇവർക്ക് വരുമാനം കുറവാണ്, ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇവരുടെ ന്യായമായ അവകാശം എന്നുള്ളത് കൊണ്ട് ഇനിയും ചർച്ച തുടരും, ചർച്ചയിൽ ഇവരെ കാര്യങ്ങൾ ബോധ്യമാക്കും, ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബോധ്യമാക്കും, ധനകാര്യമന്ത്രിയുടെ സമയവും കൂടി കണ്ടെത്തി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ സമരത്തിൻ്റെ ഒരുക്കങ്ങളുമായി ഞങ്ങൾ കേരളം മുഴുവൻ ഓടിയെടുക്കുക. അപ്പോഴാണ് മിനിഞ്ഞാന്ന് രാത്രി ഒരു 8:30 മണിയായപ്പം ഭക്ഷ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കുന്നു, സാർ നമുക്കൊരു ഓൺലൈൻ മീറ്റിംഗ്. ഞാൻ പറഞ്ഞു, ഓൺലൈനിൽ കേട്ടപ്പോൾ തന്നെ ആ സമരത്തിന് അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം അങ്ങ് ചോർത്തിക്കളയുക. മുഖാമുഖം ഇരുന്ന് പറഞ്ഞാൽ പോലും തീരാത്ത വിഷയം. അപ്പുറത്ത് ഒരാൾ കോഴിക്കോടും ഒരാൾ കണ്ണൂരും ഒരാൾ മലപ്പുറത്തും ഒരാൾ തിരുവനന്തപുരത്തൊക്കെ ഇരുന്ന് ഓൺലൈൻ ചർച്ച എന്ന് പറഞ്ഞ വല്ലതാണ്. അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വിഷയം ഇതായതുകൊണ്ടും എങ്ങനെയെങ്കിലും കടയടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ധനകാര്യമന്ത്രി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു, ചർച്ച തുടങ്ങി. ഭക്ഷ്യമന്ത്രി ചർച്ച തുടങ്ങിയതിന് 20-ാം തീയതിയിലെ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു. ഞാൻ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു, അതെല്ലാം നന്ദിയുള്ളവരാണ് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് 11,000 റേഷൻ വ്യാപാരികൾ 30,000 രൂപയിൽ മുകളിൽ കമ്മീഷൻ വാങ്ങുന്നവരാണെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാനും സ്റ്റീഫനും കൂടി തിരുവനന്തപുരത്ത് പത്രക്കുറിപ്പ് കൊടുത്തു. തെറ്റാണ്. ഔദ്യോഗികമായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നവംബർ ഡിസംബർ 2 മാസത്തെ കണക്ക് ഞങ്ങൾ എടുത്തു. ആ കണക്കാണ് ഇപ്പം ഞാനിവിടെ തന്നത്. ആ കണക്കനുസരിച്ച് 25,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള 8,600 കടകളുണ്ട്. 8,600. ആകെ 13,700 പേരേ ഉള്ളൂ ഈ വർക്കിംഗ് ആയിട്ട്. അപ്പോൾ അത്ര ആളുകൾ, ആ ആളുകളുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. ഇപ്പോൾ 18,000 അല്ലെങ്കിൽ 17,000 20,000 തന്നെ കിട്ടിയെന്നിരിക്കട്ടെ, ഈ 20,000 കിട്ടുമ്പോഴും സെയിൽസ്മാൻ ഇല്ലാത്ത കടയില്ല. സഹായിക്ക് കൊടുക്കണ്ടേ? കടവാടക ടൗണിൽ വലിയ വാടകയാണ്, ഗ്രാമങ്ങളിലാണെങ്കിൽ 3,000 രൂപ കൊടുക്കണം. വൈദ്യുതി ചാർജ് 1,500-2,000 വരെ അത് കൊടുക്കണം. അവസാനം റേഷൻ വ്യാപാരിയുടെ കയ്യിൽ കിട്ടുന്നത് പരമാവധി 5,000 രൂപ 6,000 രൂപ. ഇതുകൊണ്ടൊരു കുടുംബം കഴിയുമോ? ഞങ്ങളിതൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്നിട്ട് ഈ മന്ത്രി ഞങ്ങളെ 11,000-ത്തിലധികം പേര് ഇത്രയും വലിയ വേതനം പറ്റുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആക്ഷേപമായി. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുത്തു കൊടുത്തു എന്നിട്ട് മന്ത്രി അംഗീകരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, മന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്ന വിവരാവകാശ രേഖയാണ് എന്ന് പറഞ്ഞ് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത് പറയേണ്ടി വന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ആത്മാർത്ഥയില്ല ഇക്കാര്യത്തിൽ. ഇന്നലെ ധനകാര്യമന്ത്രി വന്ന് ഇത്ര ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി, ഒരു സമരം തീർക്കാൻ വേണ്ടി വന്ന ഒരു മന്ത്രി അവിടെ വന്ന് ഇരുന്നു ചിരിച്ചുകൊണ്ട്. എനിക്കൊട്ടും സമയമില്ല. പിന്നെ ഭക്ഷ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വരികയാണ്, നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഭക്ഷ്യമന്ത്രി പറഞ്ഞല്ലോ,
ഗവൺമെൻറ്റിന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോകുന്നു. 3 മിനിറ്റ്. ഇതുപോലെ ഞങ്ങൾ ആക്ഷേപിക്കണോ? 1 മണിക്കൂർ നടന്ന ചർച്ചയിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ മന്ത്രി ആ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നിരവധി സമരങ്ങൾ നടത്തിയെന്ന് ഇടയ്ക്കിടെ പറയുന്ന ആളുകളാണ് ഇപ്പം നമ്മളെ ഭരിക്കുന്നത്. അതെ. അപ്പോൾ അവർക്കിപ്പോൾ സമരം ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തൊരു മാനസികാവസ്ഥയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ ഞാൻ നേരിട്ട് അവരോട് ചോദിച്ചു. തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ സമരത്തിലൂടെ സമരം ചെയ്ത് പോലീസിൻ്റെ അടി വാങ്ങി ജയിലിൽ പോയി ഭരണരംഗത്ത് വന്നവരാണ് നിങ്ങൾക്കിപ്പോൾ ഈ സമരത്തോട് എന്താ ഇത്ര അസഹിഷ്ണുത എന്ന് ഞാൻ നേരെ മുഖത്ത് ചോദിച്ചു. ഇന്നലെ ധനകാര്യമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ചിരിച്ചു. ഇതൊരു വസ്തുതയാണ്. ഇന്നിവർക്ക് ഈ തൊഴിലാളി നേതാക്കന്മാരായി നേതൃത്വത്തിൽ വന്ന എല്ലാവർക്കും ഇപ്പോൾ സമരങ്ങളോട് പുച്ഛമാണ്. സമരങ്ങളോട് ഒരു വലിയ ഇപ്പം എല്ലാവരും ഇങ്ങനെ ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. എല്ലാവരും ആവശ്യപ്പെടുന്നതല്ല. സമരം ചെയ്യുന്നവരെ പോലീസ് നേരിടുന്നത് കൂടാതെ ഈ പാർട്ടിക്കാരും കൂടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ വന്നാണ്. ആ രീതിയിൽ സംസ്ഥാനത്ത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇതൊന്നും ഗവൺമെൻറ് അറിഞ്ഞല്ല പല കാര്യങ്ങളും. താഴെത്തട്ടിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ അവർ ഉണ്ടാക്കുന്ന ഒരു മായാവലയമാണ്. അവരാണ് ഈ കുറ്റകൃത്യങ്ങൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള അതിക്രമങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതിന് ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നില്ല. കാരണം ഗവൺമെൻറ് പലപ്പോഴും ഇത് അറിയുന്നില്ല. പിന്നീട് അറിഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ന്യായീകരിക്കുവാനുള്ള വ്യഗ്രത സ്വാഭാവികമായി സ്വന്തം പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയിൽപ്പെട്ട ആളുകൾ അവർക്ക് ദോഷം വരാത്ത രീതിയിൽ അങ്ങ് ഒരു പരുവത്തിന് മറുപടി പറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് ഗവൺമെൻറ്. നമുക്ക് റേഷനിലേക്ക് വരാം. പാവപ്പെട്ടവരുടെ പാർട്ടികൾ എന്ന് പറയുന്നവരാണ് ഭരിക്കുന്നത്. പക്ഷെ പാവപ്പെട്ടവൻ്റെ അരിപ്രശ്നത്തിൽ പോലും ഒരു വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു മേഖലയെ ഭക്ഷ്യമേഖല, പൊതുവിതരണ മേഖല. പൊതുവിതരണ മേഖല ശക്തിപ്പെട്ടു എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന അരി, ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിലക്കയറ്റം കുതിച്ചു കയറുമ്പോൾ അല്പം ഒരു ശമനം കിട്ടുന്നത്. ഇപ്പോൾ പാവപ്പെട്ട ആളുകൾ റേഷൻ കടയെ ആശ്രയിച്ചാണ് പോകുന്നത്. മറ്റവർക്കും റേഷൻ കടയിൽ പോകണമെന്നുണ്ട്, പക്ഷേ ആവശ്യത്തിനുള്ള സാധനമില്ല. പക്ഷേ ഇതിനൊരു മുൻഗണന കൊടുത്ത് ഈ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഗവൺമെൻറ് ഈ പൊതുവിതരണ മേഖലയ്ക്ക് പണം കൂടുതൽ കൊടുക്കണം. അതില്ല. പലപ്പോഴും ഇപ്പോൾ വരുന്നൊരു പ്രശ്നം, ഈ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നൊരു വിഷയം, മിക്കവാറും ധനകാര്യ വകുപ്പ് CPMൻ്റെ കയ്യിലായിരിക്കും, ഭക്ഷ്യവകുപ്പ് ഈ ഇടതുപക്ഷ കാലത്തൊക്കെ CPIയുടെ കയ്യിലാണ്. അപ്പോൾ CPIയുടെ കാര്യം ആയതുകൊണ്ട് CPIയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക്, പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിലേക്ക് പൈസ കൊടുക്കാൻ എല്ലാ കാലത്തും ഒരു വിമുഖത കണ്ടുവരാറുണ്ട്. പല മന്ത്രിമാരും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു സി ദിവാകരനും ഒക്കെ ഫൈറ്റ് ചെയ്താണ് പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ മന്ത്രി ഒരു നിസ്സഹായനാണ്. അദ്ദേഹം പാവം, അദ്ദേഹത്തിന് ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ലാതെ ഗവൺമെൻറ് ഇങ്ങനെ പണമില്ല എന്നിങ്ങനെ തത്തമ്മ പൂച്ചാന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടില്ല. റേഷൻ കട ഇപ്പോൾ പണ്ട് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ സ്ഥിതി വെച്ച് ഇപ്പോൾ കാറിൽ വന്ന് റേഷൻ വാങ്ങുന്നവരാണ് കൂടുതലും. ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വിഭാഗം ജനങ്ങളും വരുന്ന ഒരു സംഭവമായി റേഷൻ കടകൾ മാറിയിട്ടുണ്ട്. അത് റേഷൻ വ്യാപാരികളുടെ സംഘടന നേതാവെന്ന നിലയിൽ പല റേഷൻ കടകളും നിൽക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതായത് സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാറിൽ, അതായത് സാമ്പത്തികം ഉള്ളവർ എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നവർ പോലും റേഷൻ വാങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനൊരു ഗൗരവം ഈ പറയുന്ന LDFO ഭരിക്കുന്ന മന്ത്രിമാരോ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതൊരു വലിയ വിഷയമാണ്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലാത്തവർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമേ റേഷനുള്ളൂ. ആ കണക്കനുസരിച്ച് ലിസ്റ്റ് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് വളരെ തിടുക്കപ്പെട്ട് ലിസ്റ്റ് എങ്ങനെ കൊടുത്തെന്നറിയാം. 96 മുതൽ ഇവിടെ ഒരു ലിസ്റ്റുണ്ട് പാവപ്പെട്ടവൻ്റെ. അത് പല സ്ഥലങ്ങളിലും തയ്യാറാക്കിയതാണ്, ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. 96 ലിസ്റ്റ് എടുത്ത് പെട്ടെന്ന് തല്ലിക്കൂട്ടി കൊടുത്തു കേന്ദ്രത്തിന്. 1,52,00,000 ആളുകളെ ആ ലിസ്റ്റിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളൂ. യഥാർത്ഥത്തിൽ അതല്ല. അന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്ന ആളുകൾ പലരും ഇന്ന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. സമ്പന്നന്മാരെയൊക്കെ വലിയ സമ്പന്നന്മാരായി മാറിയിട്ടുണ്ട്. പക്ഷെ അവരിപ്പോഴും ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കാർഡാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഈ റേഷൻ കടകളിലേക്ക് മുന്തിയ കാറുകളിൽ വരുന്നതും റേഷൻ വാങ്ങി. ഏറ്റവും വലിയ വിചിത്രം എന്നാന്ന് പറയട്ടെ, അരി ചിലപ്പോൾ 2-3 ഇനം ആയിരിക്കും. ആ 3 അരിയും കൂടി ഒരു ചാക്കിൽ മേടിക്കും. ഗോതമ്പുണ്ടെങ്കിൽ അതും ആമ്പിച്ച് എന്തിനാന്ന് അപ്പം ഞങ്ങൾ ചോദിക്കും. അപ്പോൾ പറയും ഞങ്ങളുടെ കോഴിക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ പശുവിന് കൊടുക്കാൻ. ആ വിധത്തിലേക്ക് ഈ റേഷനെ കാണുന്ന
ആളുകളുമുണ്ട്. എന്നാൽ ചുരുക്കം ചിലരായിരിക്കും. പക്ഷേ റേഷനും കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. ഇപ്പം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട പലർക്കും ഈ റേഷൻ അർഹതയില്ല. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ നാട് പോയി സമ്പന്നരെന്ന് കരുതുന്നവർക്കും റേഷൻ അരി മേടിക്കേണ്ട അവസ്ഥയൊക്കെ ഉള്ളത് സത്യമാണ്. അപ്പോൾ അതാണ് കാറ് വീട്ടിൽ ചിലവർ കാറ് കാണും ലോൺ എടുത്തൊക്കെ. അപ്പം റേഷൻ കടകളിൽ പണ്ട് വരുന്ന ആളുകളല്ല ഇന്ന് എല്ലാ വിഭാഗം ആളുകളും വരുന്ന സ്ഥലമായി മാറി. അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വെള്ളക്കാട് നീലക്കാട് 57% പേർക്ക് റേഷനില്ല, 43 റേഷനുള്ളൂ നിയമം അനുസരിച്ച്. പക്ഷേ ഈ വെള്ള നീലക്കാടുകൾക്ക് കൂടി അരി കൊടുക്കുന്നത് ടൈഡ് ഓവർ പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി പ്രകാരം നമുക്ക് 2 ലക്ഷം മെട്രിക് ടൺ അരി തരുമായിരുന്നു. അതിപ്പോൾ നിർത്തുവാൻ പോകുവർ. അത് നിർത്തിയാൽ ഈ റേഷൻ എന്ന് പറയുന്ന ഏർപ്പാടൊന്ന് നിൽക്കും, ആകെ പാവപ്പെട്ടവന് മാത്രമാവും. അപ്പോൾ സത്യത്തിൽ ഈ റേഷൻ കടകളോട് ഞങ്ങൾ എന്നും ആവശ്യപ്പെടുന്ന കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ ഉപഭോക്തൃ സംസ്ഥാനത്ത് അരിയെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരാണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ അരി വരുന്നു നോക്കി കാത്തിരിക്കുന്നവരാണ്. എന്താ ഉണ്ടായത്? ഈ നിയമം ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തെ നന്നായി അറിയാവുന്ന ഭക്ഷ്യമന്ത്രിയായിരുന്ന KV തോമസാണ്. ആ KV തോമസ് അല്പം ഒരു ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിരുന്നെങ്കിൽ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി കണ്ട് കൂടുതൽ അരിവിഹിതം ഇവിടെ വയ്ക്കാമായിരുന്നു. അപ്പോൾ രാജ്യത്തെ ഒന്നായി കാണണം, അതാണ് അന്നത്തെ UP ഗവൺമെൻറ് പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശതമാനം അംഗീകരിച്ചു. അപ്പോൾ 57% പേർ റേഷന് പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഞങ്ങൾ എന്നും ആവശ്യപ്പെടുന്നൊരു കാര്യം, ഒരു 15 കിലോ അരി വില കൂട്ടി മേടിച്ചോട്ടെ. ഇപ്പോൾ 10.90 എന്നുള്ളത് 15 രൂപ മേടിച്ചോട്ടെ, 20 ആക്കിക്കോട്ടെ. നല്ല അരി കൊടുത്ത് റേഷൻ കടകളിലൂടെ വന്ന് അരി വാങ്ങാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. നല്ല അരിയാണെങ്കിൽ അത് വാങ്ങിയാൽ ഈ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിലക്കയറ്റം കുത്തനെ താഴെ വരും. അതില്ല. ഇപ്പോൾ 2 കിലോ അരി അല്ലെങ്കിൽ 3 കിലോ അരിയൊക്കെ കൊടുക്കുന്നത്. അതുപോലെ എങ്ങനെ 5 കിലോ അരി ഉണ്ടെങ്കിൽ 2 കിലോ പച്ചരി, 2 കിലോ പുഴുക്കലരി, 2 കിലോ കുത്തരി, അങ്ങനെ 2, 2, 4, 1, 5 അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതി മാറ്റി ഇഷ്ടമുള്ള ഇപ്പോൾ സാബു അരി വാങ്ങാൻ വരികയെന്നിരിക്കട്ടെ, സാബുവിൻ്റെ വെള്ളക്കാട്, സാബുവിന് 5 കിലോ അവിടെ വരുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരനം മതി, അത് കൊടുക്കണം. കടയിലുണ്ടത്, അത് കൊടുക്കാനുള്ള അനുവാദം വേണം. അതാണ് പോളിസിയിൽ മാറ്റം വരുത്തുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രംഗത്തോട് ഗവൺമെൻറ് ആത്മാർത്ഥത കുറവ് കാണിക്കാനുള്ള ഒരു കാര്യം, ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ ഇവിടെ കോൺട്രാക്ടർമാർ സമരത്തിലാണ്. ലോറി കോൺട്രാക്ടർ അവരാണ് ഈ കടകളിൽ അരി എത്തിക്കുന്നവർ. 1-ാം തീയതി മുതൽ അവർക്ക് 3 മാസത്തെ ശമ്പളമുണ്ട്, കുടിശ്ശിക, അവരുടെ കുടിശ്ശിക, വാടക കുടിശ്ശിക. അതേതാണ്ട് 50 കോടി 100 കോടി രൂപ വരും. അത് കിട്ടാതെ അവർ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവർ ചെയ്തു. ഇതുവരെ അതിന് പരിഹാരം ഉണ്ടാക്കിയില്ല. ഏറ്റവും വലിയ രസം, മന്ത്രി എപ്പോഴും കയറി പ്രസ്താവന കൊടുക്കും, കടകളിലൊക്കെ 2 മാസത്തേക്കുണ്ട്. 2 മാസത്തേക്കുള്ള കടകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല കടകൾക്കും ആ സൗകര്യമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആകെ കേരളം മുഴുവൻ പരിശോധിച്ചപ്പോൾ ചില താലൂക്കിലൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ പയ്യന്നൂർ താലൂക്ക്, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ താലൂക്കിൽ 121 കടയാണുള്ളത്. അവിടെ 121 കടയിൽ 4 കടയിൽ മാത്രമേ ഇപ്പോൾ സാധനമുള്ളൂ. ബാക്കി 117 സ്ഥലത്തും ഒന്നുമില്ല. അങ്ങനെ കേരളത്തിൽ പല ജില്ലകളിലും പല താലൂക്കുകളിലും സ്ഥിതി അതാണ്. ഗവൺമെൻറ് അത് അംഗീകരിക്കില്ല. മന്ത്രി ഇങ്ങനെ പറയും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ സമരം ഇതുവരെ തീർന്നില്ല. ആ സമരം തീർക്കാതെ റേഷൻ വ്യാപാര കട തുറന്നിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തൊടുപുഴയിൽ പോലും പല കടകളിലും കാലിയായി തുടങ്ങി, ഇടുക്കി ജില്ലയിൽ പലയിടത്തും കാലിയായി തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഗവൺമെൻറ് ആത്മാർത്ഥമായി ഈ പൊതുവിതരണ മേഖലയോട് കുറേ കൂടി സത്യസന്ധമായ സുതാര്യമായ ഒരു മേഖലയാക്കി ഇതിനെ കണ്ടുകൊണ്ട് കുറേ കൂടി കരുതലോടെ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒരു മേഖലയാണ് റേഷൻ മേഖല. അതിന് പണം അനുവദിക്കണം. അത് ധനകാര്യ വകുപ്പ് ഉദാരമായി തന്നെ അനുവദിക്കണം. അതാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അതായത് ഞങ്ങൾ സഖി കെട്ടപ്പെടാൻ, ഞാൻ പറഞ്ഞല്ലോ, 1 കൊല്ലത്തിലേറെയായി നിരവധി പ്രാവശ്യം ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ, കടയടപ്പ് സമരങ്ങളൊക്കെ ചെയ്തു. നവകേരള സദസ്സ് കേരളത്തിലുണ്ടായി. 140 നിയോജകമണ്ഡലങ്ങളിൽ ഞങ്ങളുടെ ഭാരവാഹികൾ അതാത് സ്ഥലത്ത് മുഖ്യമന്ത്രി ചെന്നപ്പോൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. 140 നിയോജകമണ്ഡലത്തിലും. എന്നിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ അതും തയ്യാറില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു 50 പ്രാവശ്യങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൂട്ടായി പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായി ഞങ്ങൾ മാറിയിരിക്കുക. പണ്ടത്തെ റേഷൻ കടക്കാരെ കുറിച്ചുള്ള സങ്കല്പം പണക്കാരാണെന്നാണ്. ശരിയാ, അന്ന് ഈ പോസ് വരുന്നതിന് മുമ്പ് കടയിൽ മിച്ചം ഉണ്ടായിരുന്ന സാധനം എടുത്ത് കൊടുത്താൽ അവർ ജീവിച്ചിരുന്നത്. ഇപ്പോൾ അതിനെ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു കടയിൽ കാർഡുടമയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്ന് തമ്പ് വയ്ക്കാതെ ഒരു സാധനം വരില്ല. ആ വസ്തുത ഇപ്പോഴും ഉൾക്കൊള്ളാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. അതിന് ചുമ്മാ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വലിയ വരുമാനമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒറ്റ കാര്യം നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യം,
തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം താലൂക്ക്, ആ താലൂക്കിൽ ഒരു കട ARD 119, ആ കട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഏറ്റെടുത്തു 2020. അവിടുത്തെ 2 ജീവനക്കാരാണ് ഉള്ളത്. ആ 2 ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം ഏതാണ്ട് 50,000 രൂപയ്ക്ക് അടുത്താണ്. സെയിൽസ്മാൻ 600 രൂപയും മറ്റേക്കൊരു 40,000 മുകളിലും അങ്ങനെ കൊടുക്കുന്നത്. 600ഓളം കാർഡുണ്ട്. ആ കടയെ സംബന്ധിച്ച് ഞങ്ങൾ വിവരാവകാശം വെച്ചെടുത്തപ്പോൾ ആ കടയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 80,000 രൂപയാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തെ വരവ് നോക്കുമ്പോൾ 20,000 രൂപ താഴെയാണ്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു ഈ കട ലാഭകരമല്ല എന്നൊരൊറ്റ ഉത്തരത്തിൽ. എത്ര നഷ്ടം വന്നു? ആ കടയ്ക്ക് കൊടുക്കുന്ന പൈസ ഞങ്ങൾക്ക് തരട്ടെ, ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. സർക്കാർ നേരിട്ട്, കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന കടയ്ക്ക് വരുന്ന ആ കടവാടക അവരല്ലേ കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്നു, ബാക്കി എല്ലാവരല്ലേ കൊടുക്കുന്നത്. പിന്നെ ആ കടയ്ക്കുള്ള പ്രത്യേകത അവിടെ പരിശോധനയൊന്നുമില്ല, വല്ലപ്പോഴും പരിശോധന പിഴയില്ല. ഇതിപ്പോൾ ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാരുടെ പീഡനമാണ് സഹിക്കാത്തത്. ഇല്ലാത്ത വ്യാഖ്യാനം കൊടുത്ത് പിഴ ഈടാക്കുക. ഞങ്ങൾക്ക് തരുന്ന കമ്മീഷനുകൾ കൂടുതൽ തുക ഗവൺമെൻറ്റിലേക്ക് പിഴ ഈടാക്കി അടയ്ക്കുക. ഒരു കാര്യം സബു നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കോവിഡ് കാലത്ത് 13 മാസം ഞങ്ങൾ കിറ്റ് കൊടുത്തു, സൗജന്യ കിറ്റ്. 65 റേഷൻ വ്യാപാരികൾ മരണപ്പെട്ടു കോവിഡ് വന്ന്. ബാക്കി എല്ലാവരും വീടുകളിലിരിക്കുക, ഞങ്ങൾ കട തുറന്നിരുന്നു. ആ 65 പേര് മരിച്ചിട്ട് ഒരു സഹായവും ഗവൺമെൻറ് ചെയ്തില്ല, ഒരു സഹായവും ചെയ്തില്ല. അതങ്ങനെ നിൽക്കുന്നു. അവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയാണ്. എന്നിട്ടോ ആ കിറ്റാണല്ലോ ഗവൺമെൻറ് 2ാമത് വരവിനെ സഹായിച്ചത്. ആ കമ്മീഷൻ ചോദിച്ചപ്പോൾ സേവനമാക്കാൻ പറഞ്ഞു. 2 മാസത്തെ മാത്രം തന്നു. ഞങ്ങൾ കോടതിയിൽ പോയി. നിരവധി സമരം ഞങ്ങൾ സെക്രട്ടറിയോടേക്ക് നടന്നിട്ടും കണ്ണ് തുറക്കാത്ത ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ ഞങ്ങൾ കോടതിയിൽ പോയി. കോടതി പറഞ്ഞു പൈസ കൊടുക്കാൻ പറഞ്ഞു. ഇവർ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചും അപ്പീൽ തള്ളി. അവസാനം ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്തു. ഇവരവിടെ വന്നു. അവിടെ വന്നപ്പോൾ സുപ്രീം കോടതി നമ്മുടെ സീനിയർ വക്കീലാണ് MT ജോർജാണ്. അദ്ദേഹം അപ്പിയർ ചെയ്തിട്ട് പറഞ്ഞു ഇതിങ്ങനെയാണ്. അപ്പോൾ 2 മാസം കൊടുത്തതിൻ്റെ കണക്കും കാണിച്ചു. ജഡ്ജി പറഞ്ഞു, ഒരു വനിതാ ജഡ്ജിയാണ്, ഇതൊന്നും എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല, അവർ പണിയെടുത്ത കൂലിയാണ് കൊടുക്കണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം ഇവർ? ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെൻറ് ഇത്രയും നിഷ്ഠൂരമായി പ്രവർത്തിക്കാമോ? സംഘടനകൾക്ക് വേണ്ടി സംഘടനയുടെ ഭാരവാഹികളെ കേസ് കൊടുത്ത്. ഞങ്ങളുടെ സംഘടന 3 സെക്രട്ടറിമാരാണ്, ഒരു ജനറൽ സെക്രട്ടറിയും 2 സെക്രട്ടറിമാരാണ് കേസ് കൊടുത്ത്. 6 പേരാണ് മൊത്തം കേസിൽ കക്ഷികളായിരുന്നു. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തൊരു വ്യാഖ്യാനം, കേസിൽ കക്ഷികളായ 6 പേർക്ക് മാത്രം കൊടുക്കാം. 1,86,000 രൂപ 6 പേർക്ക് കൊടുത്തത്. കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുത്തു. ഈ 1,83,000 രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സുപ്രീം കോടതി വരെ പോയത്. എന്നിട്ട് വന്നു, തന്നില്ല. കോടതിയിൽ ഞങ്ങൾ കണ്ടംപ്റ്റ് കൊടുത്തപ്പോൾ കുറച്ച് കൊടുത്തു. വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടതി ശാസിച്ചു എത്ര കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ 15-ാം തീയതിക്കുള്ളിൽ മുഴുവൻ തുകയും കൊടുക്കണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടറി ഉൾപ്പെടെ വരണം എന്ന് പറഞ്ഞു. 15-ാം തീയതി ആയപ്പോൾ ഒരു ഉത്തരവിറക്കി, പൈസ കിട്ടിയിട്ടില്ല. 3-ാം ഘട്ട പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ കിറ്റിൻ്റെ പൈസ തന്നില്ല. ഏത് കോടതി ചെവിയെ പിടിച്ചതിന് ശേഷം തന്നത്. അതും ഏതാണ്ട് ഞങ്ങളോടുള്ള ഔദാര്യം കാണിച്ച മാതിരിയാണ്. അപ്പോൾ ഇങ്ങനെ റേഷൻ വ്യാപാരികളെ ഏതെല്ലാം വിധത്തിൽ കഷ്ടപ്പെടുത്താമോ, കൃത്യമായി വേതനം, ഈ തുച്ഛമായ വേതനം പോലും ഒരു മാസം ജോലി ചെയ്താൽ പിറ്റേ മാസം 10-ാം തീയതിക്ക് മുമ്പിലും തരണ്ടേ? 3 മാസം കഴിയാതെ പൈസ തരില്ല. ഇപ്പോൾ നവംബറിൽ ഈ കഴിഞ്ഞ ദിവസം കിട്ടി, ഡിസംബറിൽ കിട്ടിയില്ല. ഇന്നിപ്പോൾ ജനുവരി 25 എന്ന് കിട്ടുമെന്നൊരു ഊഹമില്ല. 2 മാസമെങ്കിലും കഴിയാതെ ഈ വേതനം കിട്ടുന്ന പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവിധത്തിലും റേഷൻ വ്യാപാരികളെ അവഗണിച്ച് പട്ടിണിയിലേക്ക് തള്ളിവിട്ട് ഒരു വിധത്തിലും ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാക്കിയ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് റേഷൻ വ്യാപാരികളുടെ സമരം. ആ സമരത്തിന് ഗവൺമെൻറ് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും റേഷൻ വ്യാപാരികളുടെ സമരം എന്താകുമെന്ന് കണ്ടറിയാം. ഇത്രയും നേരം റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നമ്മോട് സംസാരിച്ച ജോണി നെല്ലൂരിന് നന്ദി. താങ്ക് യു.